ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇക്കണോമിക്സ് ചാപ്റ്റർ 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂട്ടിലിറ്റി എന്താണ്, ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്, ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് സെറ്റ് എന്നിവയെ കുറിച്ചിട്ടും അതിൻ്റെ പല ടേംസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, അതിലെ 2 പോയിന്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും അതുപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിനെ കുറിച്ചിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം അതിനെക്കുറിച്ച് പറയാം, അതിനുശേഷം നമുക്ക് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റിനെ കുറിച്ചിട്ട് വിശദീകരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഇതാണൊരു ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു കൺസ്യൂമറിൻ്റെ ഇൻകത്തിന് ഈക്വൽ ആയിട്ട് വരുന്ന പല കോമ്പിനേഷൻസ് അല്ലെങ്കിൽ പല ബണ്ടിൽസ് ആണ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുക? ബഡ്ജറ്റ് ലൈനിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ, അതായത് ഈ ബഡ്ജറ്റ് ലൈനിൽ വരുന്ന വാല്യൂ, കോമ്പിനേഷൻസിൻ്റെ ഒക്കെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? കൺസ്യൂമറിൻ്റെ ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ലൈൻ സ്ലോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും, അതായത് താഴത്തേക്കായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിനെ കുറിച്ചിട്ടും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിനെ കുറിച്ചിട്ടും ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് നോക്കാം. അതായത് ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ ഗുഡ് 1ഉം വൈ ആക്സിസിൽ ഗുഡ് 2 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് 1ൻ്റെ ലൈൻ ഇവിടെ 2 സ്ഥലത്തും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ വരുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അതായത് ഗുഡ് 2ൻ്റെ ലൈൻ, അതിനെ നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഗുഡ് 2ൻ്റെ അവിടെ ബഡ്ജറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് എന്നും, അതുപോലെ തന്നെ ഗുഡ് 1ൻ്റെ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ഹൊറിസോണ്ടൽ ഇൻ്റർസെക്റ്റ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ല. അതായത് ഗുഡ് 2ൻ്റെ അവിടെ വരുന്ന വാല്യൂവിനെ നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് എന്നും, അതുപോലെ തന്നെ ഗുഡ് 1ൻ്റെ അവിടെ വരുന്ന വാല്യൂവിനെ നമ്മൾ എന്താ പറയുന്നത്? ഹൊറിസോണ്ടൽ ഇൻ്റർസെക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്? P1x1 + P2x2 = M. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമുക്കാകെ കൂടിയിട്ട് P1ൻ്റെ വാല്യൂ തരും. ഇപ്പോൾ P1 5 ആണെന്ന് വിചാരിക്കുക. അതുപോലെ P2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും 5 തന്നെ. അതുപോലെ തന്നെ M എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം ആണ്. ഓക്കെ, ഇൻകം എന്ന് പറയുന്നത് എന്താണ്? 20 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് നിങ്ങളോട് കുറച്ച് ഐറ്റംസ് കണ്ടുപിടിക്കാനായിട്ട് പറയും. അതായത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിരിക്കും. അതുപോലെ സെക്കൻഡ് പറയുക വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും. തേർഡ് വൺ പറയുക ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ഫോർത്ത് വൺ പറയുക സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ഇത്രയും ഐറ്റംസ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ് വരിക? ഈ ക്വസ്റ്റ്യൻ്റെ, അതായത് P1 5ഉം P2 5ഉം M 20 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ് വരിക? നമുക്ക് P1ൻ്റെ അവിടെയും P2ൻ്റെ അവിടെയും അതുപോലെ M, ഇത്രയും വാല്യൂസ് നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ആ നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5x1 + 5x2 = 20. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി അടുത്തത് ചോദിച്ചിട്ട് എന്താണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഞാൻ പറഞ്ഞു എവിടെയാണ് വരിക? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് വരിക ഗുഡ് 2ൻ്റെ അവിടെയാണ്. ഓക്കെ, ഗുഡ് 2ൻ്റെ അവിടെ വരുന്ന ബഡ്ജറ്റ് ലൈൻ്റെ ഇൻ്റർസെപ്റ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്.
സോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എം ഡിവൈഡഡ് ബൈ P2. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം, നമ്മുടെ ഇൻകം. P2 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് ടു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എം എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. ഡിവൈഡഡ് ബൈ P2 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 4 ആയിരിക്കും നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അതായത് ഈ പിക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഗുഡ് ടു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് കാണാം, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അതായത് ഇവിടുത്തെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെ കാണാം, എം ഡിവൈഡഡ് ബൈ P1. നമുക്കറിയാം ഗുഡ് 1ൻ്റെ അവിടെയാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ 20 ഡിവൈഡഡ് ബൈ P1ൻ്റെ വാല്യൂ 5 ആണ്. സോ 5 ഈക്വൽ ടു 4 ആണ് എവിടെയും വരിക, ഗുഡ് 1. അതായത് ഈ പോയിന്റ്, നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെക്റ്റ് വരുന്ന പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതുപോലെ തന്നെ ഗുഡ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 4 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ X2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ X1 ആണ്. അത് നമുക്ക് മറ്റൊരു തരത്തിൽ എഴുതാം. അതായത് നെഗറ്റീവ് P1 ഡിവൈഡഡ് ബൈ P2. ഓക്കെ, അപ്പോൾ P1ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 5 ആണ്. അപ്പോൾ നെഗറ്റീവ് 5 ഡിവൈഡഡ് ബൈ 5. P2ൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമുക്കിത് ഗ്രാഫിക്കലായിട്ട് എക്സാമിന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ ഗുഡ് 1 എന്നും വൈ ആക്സിസിൽ നമ്മൾ ഗുഡ് 2 എന്നും കൊടുത്തു. അതിനുശേഷം നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1, then 2, then 3, then 4. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം. 1, 2, 3, 4. ഓക്കെ, എന്നിട്ട് ഈ 4 എന്ന പോയിൻ്റാണ് നമുക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഹൊറിസോണ്ടലും വെർട്ടിക്കലും 4 തന്നെയാണ്. അപ്പോൾ 4ൽ നിന്ന് 4ലേക്ക് ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രാഫിൽ മറ്റൊന്നും കൂടി എഴുതണം, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം. ഓക്കെ, അതെന്താണ്, Px1 പ്ലസ് P2x2 ഈക്വൽ ടു M ആണല്ലോ. അതായത് എന്താണ്, 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഇത് എഴുതണമെന്നില്ല, ഇതന്നെ എഴുതിയാൽ മതി. 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ നമുക്ക് മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് ഗുഡ്സിൻ്റെ പ്രൈസസിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് സെറ്റിൽ ചേഞ്ചസ് വരുന്നത്. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്താലും ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്താലും നമ്മുടെ ബഡ്ജറ്റ് സെറ്റും ബഡ്ജറ്റ് ലൈനിലും ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് അത് ചേഞ്ച് ചെയ്യുക. ഒന്നെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യും, അതായത് കൂടും, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകം കുറയും, അതായത് ഡിക്രീസ് ചെയ്യും. ഈ 2 സംഭവങ്ങളാണ് ചേഞ്ചസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൽ സംഭവിക്കുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാമെന്ന് വയ്ക്കുക. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, when the income of the consumer increases, the consumer is able to buy more of 2 goods and the budget line shift parallel outward. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യണം, അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുകയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് സാധിക്കും, അയാൾക്ക് 2 ഗുഡ്സും, നമുക്കറിയാം ഗുഡ് 1ഉം ഗുഡ് 2 ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 2 ഗുഡ്സും മുന്നേ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി, അതായത് കൂടുതൽ അളവിൽ അയാൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ഔട്ട്വേർഡ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ പാരലലായിട്ട്, അതായത് യാതൊരു ചേഞ്ചസ് ഉണ്ടാവില്ല, അതായത് ലൈനിന് യാതൊരു ചേഞ്ചസ് ഉണ്ടാവില്ല, അത് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്വേർഡ് അല്ലെങ്കിൽ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്തായിരുന്നു? ആദ്യം ഇങ്ങനെയായിരുന്നു. ഇതാണ് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. അതിൻ്റെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരുന്നു? P1x1 + P2x2 = M എന്നായിരുന്നു. അത് നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു. പ്രൈസിന് യാതൊരു ചേഞ്ച് വന്നിട്ടില്ല, കൺസ്യൂമറിൻ്റെ ഇൻകം മാത്രമാണ്, അതായത് എമ്മിന് മാത്രമാണ് ചേഞ്ച് വന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അത് പാരലൽ ഷിഫ്റ്റ്, അതായത് പ്രൈസിൽ ചേഞ്ചസ് വരാത്തത് കൊണ്ട് തന്നെ അത് പാരലൽ ഷിഫ്റ്റാണ് ഉണ്ടായത്. അതായത് സമാന്തരമായിട്ടുള്ളൊരു ഷിഫ്റ്റ് അവിടേക്ക് സംഭവിച്ചു. എവിടേക്കാണ്? ഔട്ട്വേർഡ്, പുറത്തേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ റൈറ്റ് വേർഡിലേക്ക് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടായി. അതാണ് P1x1 + P2x2 = M'. ഓക്കെ, അപ്പോൾ എമ്മിൽ നിന്ന് M' നമ്മുടെ ഇൻകം ചേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇവിടെ 20 ആയിരുന്നു നമ്മുടെ ഇൻകം എങ്കിൽ 25 നമ്മുടെ എന്ത് ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്? ഇൻകം ചേഞ്ച് ചെയ്തു, അതായത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്തു? ഔട്ട്വേർഡ് അല്ലെങ്കിൽ റൈറ്റ് വേർഡിലേക്ക് പാരലൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ വേർഡ് വിടരുത്, പാരലൽ ആയിട്ടൊരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു. അതാണ് നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? അതും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഇൻക്രീസ് ചെയ്തു, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ തന്നെയായിരിക്കും തരിക, അതിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് P1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ P2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. M എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. പറഞ്ഞതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ P1ൻ്റെ വാല്യൂ 2 ആണ്, P2ൻ്റെ വാല്യൂ 4 ആണ്, M 16 ആണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എങ്ങനെയാണ്? നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് P1x1 + P2x2 = M ആണ്. അപ്പോൾ P1നും P2നും Mനും വാല്യൂസ് കൊടുക്കുക. അപ്പോൾ 2x1 + 4x2 = 16. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? നമുക്കറിയാം M/P2 ആണ്. ഓക്കെ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് 2ൻ്റെ അവിടെ വരുന്ന ഇൻ്റർസെപ്റ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയായിരുന്നു? M/P2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. സോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഫോർമുലയാണ് M/P2. സോ ഇവിടെ M എന്ന് പറയുന്നത് 16 ആണ്, P2 എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് വരിക 4ലാണ്. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതുപോലെ തന്നെ M/P1 ആണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഗുഡ് 1ൻ്റെ അവിടെ വരുന്ന ഇൻ്റർസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 16 ആണ് എമ്മിൻ്റെ വാല്യൂ. P1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 ആയിരുന്നു. സോ 16/2 എന്ന് പറയുമ്പോൾ 8 ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ചേഞ്ച് ഇൻ x2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x1. അത് നമ്മൾ മറ്റൊരു തരത്തിൽ എങ്ങനെ എഴുതാം? നെഗറ്റീവ് P1/P2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടണ ഫോം നെഗറ്റീവ് P1 എന്ന് പറയുമ്പോൾ P1ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ നെഗറ്റീവ് 2 ഡിവൈഡഡ് ബൈ 4. 2 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 0.5. നെഗറ്റീവ് 0.5 ആണ് നമ്മുടെ എന്ത് വരുന്നത്? സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയും ഐറ്റംസ് കിട്ടി. ഓക്കെ, 4 ആണ് നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് എവിടെ എഴുതാം? ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഗ്രാഫിലേക്ക് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നമ്മൾ പോയിൻറ്റ്സ് 1 to 10 എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗുഡ് 2 അവിടെ ഏത് വാല്യൂ ആണ് വരിക? അതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ. അതായത് നമുക്ക് കിട്ടിയത് 4 ആയിരുന്നു അല്ലേ? അപ്പോൾ 4 ആണ് നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ 4 ആണ് നമുക്ക് ഒരു പോയിന്റ് വരിക. അതുപോലെ ഹൊറിസോണ്ടൽ
ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെയാണ് വരിക, അതായത് ഗുഡ് 1ന്റെ ലൈനിലാണ് വരിക. അത് എത്രയായിരുന്നു? 8 ആയിരുന്നു. അപ്പോൾ ഈ 4ൽ നിന്ന് 8ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യാണ് 4ൽ നിന്ന് 8ലേക്ക്. ഓക്കെ, മനസ്സിലായില്ലേ ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണ്ടേ? എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്? 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 16. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്ത് പറയണത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതും എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 4 എന്ന് എങ്ങനെ വന്ന് 8 എങ്ങനെ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ് 4, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ ആണ് 8. അത് രണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 16 നമ്മൾ എഴുതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതിയത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്നു, അതായത് m 16 ആണ്. ഈ എമ്മിൻ്റെ വാല്യൂ m ഡാഷിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അതായത് m ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പ്രൈസിലൊന്നും ചേഞ്ചസ് ഇല്ല, പക്ഷെ നമ്മുടെ ഇൻകത്തിന് എന്ത് സംഭവിച്ചു? m ആയിരുന്ന 16ൽ നിന്ന് m ഡാഷ് ആയ 20, അതായത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻകം 16ൽ നിന്ന് 20 ആയിട്ട് ഇൻക്രീസ് ചെയ്തേക്കാണ്, കൂടിയേക്കാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈനിൽ എന്ത് പറ്റും? ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതും ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് കാണിക്കണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്താണ് സംഭവിക്കുന്നത്, അതായത് വാട്ട് ഹാപ്പൻസ് ടു ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. ന്യൂ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം, അതിൻ്റെ സ്ലോപ്പും നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് P1 അറിയാം, എന്താണ് വാല്യൂ? 2 ആണ്. P2ൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. നമ്മുടെ m ഡാഷ്, അതായത് m 16 ഉള്ളത് m ഡാഷ് എത്രയാണ്? 20. അപ്പോൾ നമ്മുടെ ഇൻകം ചേഞ്ച് ചെയ്തു, അതായത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു m എന്ന് പറയുമ്പോൾ 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 20. ഇതാണ് നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. എന്താണ്? ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് എന്താ സംഭവിക്കുക? നമുക്കറിയാം m ബൈ P2 ആണ്. അപ്പോൾ ഇവിടെ എന്താവും? m ഡാഷ് ആണ്, m ഡാഷ് ബൈ P2 ആണ് വരിക അല്ലേ? അപ്പോൾ 20 ബൈ P2 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ 20 ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കൂടി കണ്ടുപിടിക്കണം, എങ്കിലല്ലേ നമുക്ക് ന്യൂ ബഡ്ജറ്റ് ലൈൻ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ m ഡാഷ് തന്നെയാണ് വരിക, അതായത് ന്യൂ ബഡ്ജറ്റ് ലൈനാണ്, ന്യൂ ഇൻകത്തിൻ്റെ മുകളിൽ. ഓക്കെ, അതായത് നമ്മുടെ ഇൻക്രീസ് ചെയ്ത ഇൻകത്തിൻ്റെ ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അത് P1ൻ്റെ പ്രൈസ്, അതായത് ഗുഡ് 1ൻ്റെ പ്രൈസാണ് വരിക. അപ്പോൾ 20 ബൈ 2 ആണ് P1ൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുക 10 ആണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ആയില്ല എന്ന് തോന്നുന്നു. ഒന്നും കൂടി ഞാൻ പറയാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ m ഡാഷ് ഡിവൈഡഡ് ബൈ P1. m ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? m എന്ന് പറയുന്നത്, m ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഇൻകം അല്ലേ? അതായത് ഇൻക്രീസ് ചെയ്ത ഇൻകം ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഡ് 1ൻ്റെ പ്രൈസാണ് അല്ലേ? അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2, അത് നമുക്ക് കിട്ടിയ വാല്യൂ 10 ആണ്. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അതായത് വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ, അതായത് നമ്മുടെ ഗുഡ് 2ൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ട പോയിന്റ് 5 ആണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് വരിക? നമ്മുടെ ഗുഡ് 1, അതായത് എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് ആണ്. അത് എത്രയാണ് വരിക? 10 ആണ്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഓഫ് ദ ബഡ്ജറ്റ് ലൈനിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മളിവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഇൻ x2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x1, അതായത് നെഗറ്റീവ് P1 ഡിവൈഡഡ് ബൈ
P2. അപ്പോൾ P1ൻ്റെയും പ്രൈസിൻ്റെ രണ്ടിൻ്റെയും ചേഞ്ചസ് വരാത്തത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അതായത് പ്രൈസ് ഓഫ് P1 എന്ന് പറയുന്നത് -2 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ -0.5 തന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പം നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം, അതായത് ഗുഡ് 2ൻ്റെ അവിടെ നമ്മൾ 5 ആണ് മാർക്ക് ചെയ്യേണ്ടത്, ഗുഡ് 1ൻ്റെ മാർക്ക് ചെയ്യേണ്ടത് 10 ആണ്. എന്നിട്ട് നമുക്ക് ന്യൂ ബഡ്ജറ്റ് ലൈൻ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിൽ തന്നെയാണ് നമ്മൾ ന്യൂ ബഡ്ജറ്റ് ലൈനിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾഡ് ബഡ്ജറ്റ് ലൈൻ ആണ്, അതായത് എമ്മിൻ്റെ വാല്യൂ ആണ് 60. ഇപ്പോൾ എം ഡാഷിലേക്ക്, അതായത് 20ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 5 ആണ്. അതായത് ഇവിടെയാണ് 5. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഗുഡ് 2ൻ്റെ വാല്യൂ ആണ്. അതുപോലെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 10 ആണ്, അതായത് ഗുഡ് 1ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ന്യൂ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ കിട്ടി. അപ്പോൾ നോക്കൂ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ഷിഫ്റ്റ് ചെയ്തു? ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോഴും 0.5 തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോഴും സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ -0.5 ആണ്. -0.5 ആണ് കേട്ടോ. നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ നെഗറ്റീവ് വാല്യൂ ആണ് വന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ. അതായത് നമ്മുടെ ഇൻകം 16 ആയിരുന്നപ്പോഴും നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ -0.5 ആയിരുന്നു. നമ്മുടെ ഇൻകം 20 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴും നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് -0.5 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ എന്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4ൽ നിന്ന് 5ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8ൽ നിന്ന് 10ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഫോം ചെയ്തു. അതായത് 2x1 + 4x2 = 20 എന്നായി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്താണ് ചെയ്തത്? ഔട്ട്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മളുടെ ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡിക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്രീസ് ഇൻ ഇൻകം ആണ്. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം കുറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മുന്നേ സാധാരണയായിട്ട് എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ വാങ്ങിച്ചത്ര ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗുഡ് 1 ആയാലും ഗുഡ് 2 ആയാലും നമുക്ക് മുന്നേ വാങ്ങിച്ചതുപോലെ, അതായത് നമ്മുടെ ഇൻകം നോർമൽ ഇൻകത്തിനെക്കാട്ടി കുറയുമ്പോൾ മുന്നേ വാങ്ങിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക? ബാക്ക്വേർഡിലേക്കാവും ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മുന്നേ വാങ്ങിച്ചത്ര ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് വാങ്ങിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നോക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? P1x1 + P2x2 = M ആണ്. അപ്പോൾ നമ്മുടെ ഇൻകം എമ്മിൽ നിന്ന് M" ആയിട്ട് ഡിക്രീസ് ചെയ്യാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായി? P1x1 + P2x2 = M" ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. അതായത് ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 20 ഉണ്ടായിരുന്നു, അതിപ്പോൾ എത്രയായി? 15 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഇൻകം 20ൽ നിന്ന് 15 ആയിട്ട് ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്തു, പിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം നമുക്ക് ഗുഡ് 1ഉം ഗുഡ് 2ഉം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നത്തെ അത്ര, അതായത് പഴയ പോലെ വാങ്ങിക്കാൻ പറ്റില്ല, കുറച്ച് കുറവ് വാങ്ങിക്കേണ്ടി വന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി തന്നിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ, അതായത് നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് M16 ആയിരുന്നു, ആ 16 ഉള്ളത് M'20 ആയി, M', അതായത് എമ്മിൻ്റെ വാല്യൂ എന്തായി? 12 ആയി കുറഞ്ഞു. ഓക്കെ, 16 ഉള്ളത് 12 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ത് തന്നെയായിരിക്കും? നോർമലായിട്ട്
പാരലൽ ഷിഫ്റ്റ് തന്നെയാണ് വരിക ബാക്ക്വേർഡ്, അതുപോലെ തന്നെ നെഗറ്റീവ് തന്നെയായിരിക്കും, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഈ ഗ്രാഫിൽ തന്നെ അത് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ P1ൻ്റെ വാല്യൂ നേരത്തെ പോലെ തന്നെ 2 ആണ്, P2ൻ്റെ വാല്യൂ 4 ആണ്, M" എന്ന് പറയണത് 12 ആണ്. 16 നിന്ന് 12 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതണം. ഓക്കെ, P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M" ആണ് വരിക. ഓക്കെ, ഇനി എന്താണ് P1ൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിക്കാം, വളരെ ഈസിയാണ്. എങ്ങനെയാണ്? നോർമൽ വാല്യൂവിൻ്റെ മുകളിലാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, M" ആണ് നമ്മുടെ വാല്യൂ, ഇപ്പോഴത്തെ ഇൻകം. അതിൽ നിന്ന് എന്താണ് ഡിവൈഡഡ് ബൈ P2. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗുഡ് 2ൻ്റെ വാല്യൂ ആണ് വരിക. സോ നമുക്കറിയാം 12 ആണ് നമ്മുടെ ന്യൂ വാല്യൂ. ഡിവൈഡ് ബൈ P2ൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഡിവൈഡ് ബൈ 4 വരുമ്പോൾ എത്രയാണ് വരിക? 3 ആണ് നമുക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണ്? M" ഡിവൈഡഡ് ബൈ P1. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഗുഡ് 1ൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് 12 ആണ് ന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 12 ആണ്. ഡിവൈഡ് ബൈ ഇത് പറയണത് 2 ആണ്. 6 ആണ് നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല, എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചിടാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? ചേഞ്ച് ഇൻ x2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x1, അതായത് നെഗറ്റീവ് P1 ഡിവൈഡഡ് ബൈ P2 ഈക്വൽ ടു എന്താണ് വരിക? -2 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു -0.5. അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ -0.5 തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 3 കിട്ടിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 6 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ, അതായത് നമ്മുടെ ഇൻകം ഡിക്രീസ് ചെയ്യുന്ന സമയത്തുള്ള ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, അതായത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ഒക്കെ നമുക്ക് വരച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നത്തെ ഗ്രാഫിൽ തന്നെയാണ് നമ്മളിത് വർക്ക്ഔട്ട് ഇത് ചെയ്യുന്നത്, നമ്മുടെ ഡിക്രീസ് ഇൻ ഇൻകവും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്രീസ് ഇൻ ഇൻകം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയത് 3 ആയിരുന്നു, നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കിട്ടിയത് 6 ആണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 3, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 6. അപ്പോൾ നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ശരിക്കുള്ള ബഡ്ജറ്റ് ലൈൻ, അല്ലെ, ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇൻകം ഡിക്രീസ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? ഇത് ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതെങ്ങനെയാണ്? പാരലൽ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് വരുന്നില്ല, പ്രൈസ് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് അത് തന്നെ പാരലൽ ഷിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത്, ബാക്ക്വേർഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഡിക്രീസ് ചെയ്യുമ്പോൾ 2x1 പ്ലസ് 4x2 ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ബാക്ക്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇൻ്റർസെപ്റ്റ്, അതിൽ നിന്ന് ബാക്കിലേക്ക് തന്നെയാണ്, അതായത് ഡിക്രീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിക്രീസ് ഇൻ ഇൻകത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. അതിൽ നിന്ന് നമ്മുടെ ഇൻകം 20ലേക്ക് ഇൻക്രീസ് ചെയ്തു. 20ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 4ൽ നിന്ന് 5 ആയി, അതുപോലെ തന്നെ 8ൽ നിന്ന് 10 ആയി. അതായത് ഇവിടെയും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമറിനെ മുന്നേ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വാങ്ങിക്കാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് പറയാം.
അതുപോലെ തന്നെ ഇത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? റൈറ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്തത്. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈനിന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ഓക്കെ, ഈ ഇൻകം ഡിക്രീസ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഇതുപോലെ തന്നെ നമ്മുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഡിക്രീസ് ആണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ചേഞ്ച് ആയി. ഓക്കെ, അതുപോലെ തന്നെ കൺസ്യൂമറിന് മുന്നത്തെ അത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല. ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കുറഞ്ഞു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻക്രീസ് ഇൻ ഇൻകവും ഡിക്രീസ് ഇൻ ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ, അതായത് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻകത്തിൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.